ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള അമ്മ മാതാവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വിമല ഹൃദയ പ്രതിഷ്ഠാ ഒരുക്ക ശുശ്രൂഷയുടെ 25ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. വലിയ സന്തോഷത്തോടും വലിയ ആഗ്രഹത്തോടും കൂടിയ നമ്മൾ ഈ ശുശ്രൂഷയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസം കഴിയുമ്പോൾ ആത്മീയമായിട്ടുള്ള അഭിവൃദ്ധിയിലേക്ക്, വലിയ ഉൾക്കാഴ്ചയിലേക്ക്, ഇനിയും ഒത്തിരി അമ്മയോട് ചേരാനുള്ള വലിയ ആഗ്രഹത്തിലേക്ക് അനേകർ വരുന്നത് അച്ഛന് ശ്രദ്ധയിൽപ്പെട്ടു. ചില വ്യക്തികളൊക്കെ കാണുമ്പോൾ അവരവരുടെ ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പങ്കുവെക്കാറുണ്ട്. ഒത്തിരി അമ്മച്ചിമാരെ സംബന്ധിച്ച് അവർക്ക് ഇത് നന്നായിട്ട് പുണ്യം അഭ്യസിക്കാൻ അവർ പറയുവാണ്, അച്ഛാ ചില ദിവസങ്ങളിൽ എനിക്ക് 10ഉം 100ഉം കൂടുതൽ പുണ്യങ്ങൾ അഭ്യസിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതെനിക്ക് വലിയ ഒരു അനുഗ്രഹത്തിന് വേദിയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഒത്തിരി പുണ്യങ്ങൾ അഭ്യസിക്കുന്നവരുമുണ്ട്, അഭ്യസിക്കാനായിട്ട് പറ്റാത്തവരും നമ്മുടെ ചിലപ്പോൾ ഈ കൂട്ടായ്മയിൽ കാണും. ആരും നിരാശപ്പെടേണ്ട, കാരണം അമ്മ കൂടെയുണ്ട്. അമ്മ ആരെയും തള്ളിക്കളയില്ല. കാരണം നിന്റെയും എൻ്റെയും അമ്മ പരിശുദ്ധി അമ്മയാ. അമ്മ ഒരിക്കലും മക്കളെ തള്ളിക്കളയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഏറ്റവും ആഗ്രഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമുക്കെതിരായി നിൽക്കുന്ന എല്ലാ പൈശാചിക ശക്തികളുടെയും കെട്ടുകൾ അഴിച്ചു മാറ്റണം. വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ, നിയമാവർത്തന പുസ്തകം 28:7, ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും ഞങ്ങളുടെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. ഞങ്ങൾക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54:17 വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഞങ്ങളെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാകില്ല. ഞങ്ങൾക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും കർത്താവ് ഖണ്ഡിക്കും. ലൂക്കാ 10:19, ഞാൻ നിനക്ക് പാമ്പുകളുടെയും തേളുകളുടെയും സകല തിന്മകളുടെ ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരം തരുന്നു. ഇവയൊന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാ പൈശാചിക ശക്തികളും നമുക്കെതിരെ, നമ്മുടെ കുടുംബത്തിനെതിരെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ശുശ്രൂഷയ്ക്കെതിരെയായിട്ട് നിൽക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങൾ, അന്ധകാര ശക്തികളുടെ കെട്ടുകളെല്ലാം ഈ നിമിഷം അഴിയപ്പെടാനായിട്ട് വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് ബന്ധിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇടതുകരം ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് വലതുകരം ഉപയോഗിച്ച് ഏറ്റവും ഭക്തിയോടെ, ഏറ്റവും ആദരവോടെ, ഏറ്റവും തീഷ്ണതയോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ഒന്നിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വരമാലയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണം മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ളവർക്ക് നിങ്ങൾ സ്തുതി കൊടുത്ത അടുത്ത ആളുകളുണ്ടെങ്കിൽ വലിയൊരു കൃപ, ത്രിത്വത്തെ ആരാധിക്കുന്ന വലിയൊരു കൃപ കിട്ടുന്ന സമയമാണ്. എന്താണ്? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുവാം. ഇങ്ങനെ നമ്മൾ 101 പ്രാവശ്യം ചൊല്ലി നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാണെങ്കിൽ ഈ ത്രിത്വ ആരാധനയിലൂടെ വലിയ വിടുതലിൻ്റെ കൃപ നമുക്ക് കിട്ടും.
വലിയ വിടുതലിന് കൃപ കിട്ടും. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ഒരു കാര്യം ഇതാണ്. സെപ്റ്റംബർ മാസം 29-ാം തീയതിയാണല്ലോ മക്കളെ മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെ അല്ലെങ്കിൽ മുഖ്യദൂതന്മാരുടെ തിരുനാൾ സഭ ആഘോഷിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇത് മുൻകൂട്ടി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതായിരുന്നു. 40 ദിവസം മിസ്റ്റർ ഫ്രാൻസിസ് അസീസിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത, അല്ലെങ്കിൽ ഫ്രാൻസിസ് അസീസി തൻ്റെ ജീവിതത്തിൽ ചെയ്തൊരു കൊച്ചു കാര്യമായിരുന്നു. അദ്ദേഹം 40 ദിവസം വനാന്തരത്തിൽ പോയി, ഗുഹയിൽ പോയി ദൈവവുമായിട്ട് ഒന്നിക്കാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്താണ് അദ്ദേഹത്തിന് പഞ്ചശതമുണ്ടായത്. പ്രത്യേകിച്ച് മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെ തിരുനാളിന് മുമ്പ് 40 ദിവസമാണ് അദ്ദേഹം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അതിലൂടെയാണ് വലിയ ഡെലിവറൻസിന്റെ, വലിയ തിന്മയെ ബന്ധിക്കാൻ അല്ലെങ്കിൽ ആട്ടിപ്പായ്ക്കാനുള്ള ഒരു കൃപ അദ്ദേഹത്തിന് കിട്ടുന്നത്. ഞാൻ നിങ്ങളോട് പറയുവാണ്, അധികം താമസിച്ചു പോയെങ്കിൽ പോലും ഇനിയുള്ള ദിവസം നിങ്ങൾ എല്ലാ ദിവസവും ഒരു 9 പ്രാവശ്യം മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെ ജപം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതാ. ഒരു പ്രാവശ്യമെങ്കിലും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെ ജപം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതാ. പ്രത്യേകിച്ച് 2 നിയോഗം വെച്ച് ചൊല്ലിക്കോണം. ഒന്ന്, പൈശാചിക, നമ്മളെ പിടിച്ചിരിക്കുന്ന ഏതെങ്കിലും ലോകത്തിന്റെ പൈശാചിക അരൂപി ഉണ്ടെങ്കിൽ അതിന്റെ കെട്ടഴിഞ്ഞു മാറാൻ. 2, ഒരു ആന്തരിക നവീകരണം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. നമുക്ക് ഈ നിമിഷം പരിശുദ്ധാത്മാവിന്റെ സഹായം അപേക്ഷിക്കാം. സ്വർഗത്തിന്റെ വലിയ ദൂതുകൾ നമുക്ക് കിട്ടാൻ, സ്വർഗീയ ജ്ഞാനം നമുക്ക് കിട്ടാൻ, നമുക്ക് കൂടുതൽ പ്രാർത്ഥനയിൽ വളരാൻ, പ്രത്യേകിച്ച് അമ്മയോട് ചേർന്ന് ജീവിക്കാൻ, ജപമാല സ്വന്തമാക്കി ജീവിക്കാൻ, അതിലൂടെ വലിയ കൃപയും അഭിഷേകവും സ്വന്തമാക്കാൻ, വരും കാലഘട്ടത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ ദൈവിക ശക്തിയാൽ നിറയപ്പെട്ട് പുതിയ മനുഷ്യനായി ജീവിക്കാനുള്ള ഒരു അഭിഷേകം നമുക്ക് കിട്ടാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം അപേക്ഷിച്ചുകൊണ്ട് 2 കരങ്ങൾ യാചനയോടെ പിടിച്ച് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് എത്രമാത്രം സ്വരത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ പ്രാർത്ഥിക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. നാവിനെ വിട്ടുകൊടുക്കുക. സ്തുതിച്ച് പ്രാർത്ഥിച്ച്, സ്തുതിച്ച് ആരാധിച്ച മക്കളെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും 2ആയി മാറ്റിയ അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും 2ആയി മാറ്റിയ അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാവരും ആഗ്രഹിച്ച മക്കളെ, ആ ഒരു അഭിഷേകം ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരട്ടെ. കുടുംബത്തിലെ കലഹത്തിന്റെ ദുരാത്മാവ്, ഭയത്തിന്റെ ദുരാത്മാവ്, ശത്രുക്കളുടെ ദുരാത്മാവ്, വിദ്വേഷത്തിന്റെ ദുരാത്മാവ്, പകയുടെ ദുരാത്മാവ്, ഇതിന്റെ എല്ലാ കെട്ടുകൾ ഇപ്പോൾ അഴിഞ്ഞു മാറി നമ്മുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം, വലിയൊരു അഭിഷേകം, വലിയൊരു കൃപ, വലിയൊരു ശക്തി നമ്മുടെ കുടുംബത്തിൽ വ്യാപരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ച പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 കണ്ണടയ്ക്കാം. പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് നമ്മൾ മറിയത്തിന്റെ സ്തോത്രഗീതം അറിയാവുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടെ തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടെ തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. എൻ്റെ മക്കളെ, കണ്ണടയ്ക്കുക. അമ്മയോട് ചേർന്ന് മനസ്സിൽ ഈ നിമിഷം പ്രാർത്ഥിക്കുക. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങളിത് അങ്ങേ സങ്കേതത്തിൽ അഭയത്തിനായിട്ട് ഓടി അണയുന്നു. പാപികളായ ഞങ്ങളുടെ മേൽ അലിവാർന്ന് അങ്ങ് തിരുക്കുമാറിനോട് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അപേക്ഷിക്കണമേ. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധി അമ്മ മാതാവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ഈ ശുശ്രൂഷയുടെയും കൂട്ടായ്മയുടെയും തിരുസഭയുടെയും സൃഷ്ടപ്രപഞ്ചത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന പിശാചിന്റെ സകല കുടില തന്ത്രങ്ങളെയും അമ്മയുടെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണമേ. ക്രിസ്തുനാഥ, നിത്യപിതാവിന്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപ്പതനം, യുദ്ധങ്ങൾ, ദുരന്തങ്ങൾ, കലഹങ്ങൾ, രോഗങ്ങൾ, പകർച്ചവ്യാധികൾ അധ്യാവിൽ നിന്നെല്ലാം ഞങ്ങൾ സംരക്ഷിതരാകട്ടെ. യേശുവിൻ്റെ അമ്മയായ സകല ജനപദങ്ങളുടെയും നാഥേ, ഞങ്ങളുടെ അഭിഭാഷയാകണമേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ അഭിഷേകം ചെയ്യണമേ. നമ്മുടെ വിമല ഹൃദയത്തിൽ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കാം. എന്തുണ്ടോ നിയോഗം സമർപ്പിച്ചോ, ആ നിയോഗം സമർപ്പിക്കുക. ചൊല്ലി തരുന്ന ഈ പ്രതിഷ്ഠാജപം എല്ലാവരും ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവമാതാവും അമലോത്ഭവമായ പരിശുദ്ധ കന്യകാമറിയമേ, ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അങ്ങയെ എന്റെ മാതാവും എന്റെ രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവന്റെ എല്ലാ പ്രവൃത്തികളെയും അവന്റെ എല്ലാ ആഘോഷങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് അങ്ങേ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എന്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേ തിരുമുമ്പിൽ ഇപ്പോൾ സമർപ്പിക്കുന്നു. എന്റെ എല്ലാ സത്പ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേ തൃപ്പാദത്തിങ്കൽ ഞാൻ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അങ്ങേ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. ആമേൻ, ആമേൻ, ആമേൻ. ശാന്തരായിട്ടിരിക്കുക. ചിലവര് ചിന്തിക്കുന്നുണ്ടായിരിക്കും, എല്ലാ ദിവസവും അച്ഛൻ ഈ പ്രാർത്ഥനകൾ എന്തിനാ ചൊല്ലുന്നേ? ഒരു ദിവസം ചൊല്ലിയാൽ മതിയില്ലേ? വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുമ്പോൾ
പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്ന ചില പ്രാർത്ഥനകൾ, അത് ജീവിതത്തിൽ നമ്മൾ അഭ്യസിക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചൊല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥനകൾ നിങ്ങളത് കാണാപ്പാഠം പഠിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്ത് അത് ആവർത്തിക്കുകയോ ചെയ്യുന്നത് എല്ലാ ദിവസവും ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ വിമല ഹൃദയ പ്രതിഷ്ഠ കഴിഞ്ഞാൽ പോലും പ്രതിഷ്ഠാ ജപം എന്നും ചൊല്ലണം. അച്ഛൻ ഇപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന, ആരംഭത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനകളൊക്കെ ദിവസവും ചെല്ലുന്നത് കൃപയ്ക്ക് മേൽ കൃപ കിട്ടാനും വിശുദ്ധീകരണത്തിനുമുള്ള ഏറ്റവും നല്ല മാർഗമാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ 25ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. ഇന്ന് നമ്മൾ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വിഷയം ഫാത്തിമ രഹസ്യങ്ങളെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ ആ ചരിത്രത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടും വേർപെട്ടു നിൽക്കുന്ന ഒരു ചരിത്രം യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയ്ക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ലോക ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും, അനേക സാമ്രാജ്യങ്ങൾ ഈ ലോകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഉത്ഭവിച്ചതിന് ശേഷം ഒരു സമയം കഴിയുമ്പോൾ അത് ശക്തി പ്രാപിക്കും. പിന്നീട് നോക്കുമ്പോൾ ആ കാണുന്ന സാമ്രാജ്യം തകർന്നടിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സാമ്രാജ്യമാണ് യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഈ കത്തോലിക്ക സഭ രൂപപ്പെട്ടതിന് ശേഷം, ഉത്ഭവിച്ചതിന് ശേഷം അത് ശക്തി പ്രാപിച്ചു. ശക്തി പ്രാപിച്ചിട്ട് തകരുന്നില്ല, വളരുന്നത് മാത്രമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രത്തിൽ നിന്നും വേർപെട്ടു നിൽക്കുന്ന ഒരു സഭയാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ്, ഒരു സാമ്രാജ്യമാണ് യഥാർത്ഥത്തിൽ ഈ കത്തോലിക്ക സഭ എന്ന് പറയാൻ കാരണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ സഭ മാത്രം തകരാതിരിക്കാൻ കാരണമെന്ത്? അതിനുള്ള ഉത്തരമാണ് മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തില് 18-ാമത്തെ വചനം. അവിടെ ഈശോ പത്രോസിനോട് ഇപ്രകാരം പറയുവാണ്: പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും, നഗര കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. എന്ന് വെച്ചാൽ ദൈവം സ്ഥാപിച്ച സഭ, ഈ സഭയ്ക്കെതിരായിട്ട് പിശാചിന് യുദ്ധം ചെയ്യാനോ അതിനെ തകർക്കാനോ പറ്റില്ല. അതിനുള്ള വലിയ തെളിവല്ലേ പ്രിയപ്പെട്ടവരെ, സഭയുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ സഭയെ തകർക്കാനായിട്ട് അനേകം രാജാക്കന്മാർ വന്നു. ഈ സഭയെ തകർക്കാനായിട്ട് അനേകം ചക്രവർത്തിമാർ വന്നു. ഈ സഭയെ തകർക്കാനായിട്ട് പല മൂവ്മെന്റ്സുകളും പ്രസ്ഥാനങ്ങളും വന്നു. ഈ സഭയെ തകർക്കാനായിട്ട് ചില വ്യക്തികൾ രൂപപ്പെട്ടു വന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആരൊക്കെ നോക്കിയിട്ടും ഈ സഭയെ ഒരിക്കലും തകർക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ദൈവം സ്ഥാപിച്ച സഭയാണ്. രണ്ട്, ഈ സഭയെ ദൈവം സംരക്ഷിക്കാനായിട്ട് ദൈവം അയച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ മാതാവിനെയാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ചരിത്രം നോക്കുമ്പോൾ ഒരു കാഴ്ചയുണ്ട്. അവിടെ ഈ സഭയെ പരിശുദ്ധി അമ്മ സംരക്ഷിക്കുന്നു. സഭയ്ക്കെതിരെ ആരൊക്കെ യുദ്ധം ചെയ്യാൻ വന്നാലും ഈ കാണുന്ന സഭയെ സംരക്ഷിക്കാനായിട്ട് ഈ സഭയുടെ മുന്നിൽ നിന്നുകൊണ്ട് തിരിച്ച് യുദ്ധം ചെയ്യുന്ന സൈന്യാധിപയായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് നിൽക്കുക. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് 2 ദൗത്യമായി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്: ഒന്ന്, സഭയെ സംരക്ഷിക്കുക; 2, സഭയ്ക്കെതിരെ ആര് യുദ്ധം ചെയ്യാൻ വന്നോ അതിന് സഭയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യാനുള്ള സൈന്യാധിപയായിട്ട് പരിശുദ്ധി അമ്മയെ ദൈവം തെരഞ്ഞെടുത്ത് മാറ്റിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. അതിനുള്ള തെളിവല്ലേ പ്രിയപ്പെട്ടവർ ഈ കാലഘട്ടം നോക്കിക്കേ. ഈ കാലഘട്ടത്തിൽ സഭയെയും സഭാമക്കളെയും ഓരോ നിമിഷവും സംരക്ഷിക്കുന്ന അമ്മയാ. ഏതൊക്കെ വ്യക്തികള്, ഏതൊക്കെ മീഡിയകള്, ഏതൊക്കെ പ്രസ്ഥാനങ്ങള് ഇന്നും ഈ സഭയെ തകർക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഈ അമ്മ തൻ്റെ കാപ്പയ്ക്കുള്ളിൽ ഈ സഭയെയും സഭാമക്കളെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ട ഒരു കാഴ്ചയുണ്ട്. ഒന്ന്, ആരാണ് യഥാർത്ഥ അമ്മ എന്ന് നമ്മൾ കണ്ടു. 2, അമ്മ മാതാവിന്റെ ദൗത്യങ്ങൾ എന്താണെന്ന് കണ്ടു.
3 യുഗാന്ത്യ സഭയിൽ പരിശുദ്ധി അമ്മയുടെ സ്ഥാനം എന്താണെന്ന് കണ്ടു. 4 ഈ യുഗാന്ത്യ സഭയെ ഒരുക്കുന്ന അമ്മ മാതാവിൻ്റെ കാര്യങ്ങളെ നമ്മൾ കണ്ടു. ഈശോയുടെ 2ാം വരവിന് വേണ്ടി അമ്മ മാതാവ് ഒരുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കണ്ടു. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അമ്മ മാതാവ് ഈശോയുടെ 2ാം വരവിന് മുമ്പ് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെ അടയാളങ്ങൾ ഉണ്ടാകും, എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് തരുന്നത്, എന്തൊക്കെ സന്ദേശങ്ങളാണ് അമ്മ മാതാവ് തന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കണം. പ്രധാനമായിട്ടും 7 പ്രത്യക്ഷീകരണത്തിലാണ് പരിശുദ്ധി അമ്മ മാതാവ് ഈശോയുടെ 2ാം വരവുമായി ബന്ധപ്പെട്ട് ഒരുങ്ങാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. 1 ഫാത്തിമ മാതാവ് പ്രത്യക്ഷീകരണം, 2 മെജ്ജുഗോറിയിലെ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണം, 3 ഗാരിന്തബാളിലെ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണം, 4 അക്കിത്തായിലെ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണം, 5 ഇക്വഡോറിലെ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണം, 6 റോസാമിസ്റ്റിക്ക മാതാവായുള്ള പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണം, ആംസ്റ്റർഡാമിലെ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണം. പ്രിയപ്പെട്ടവരെ, ഈ 7 എണ്ണം പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ടും പറയുന്ന കാര്യമുണ്ട്. എങ്ങനെയാണ് ദൈവമക്കൾ ഈശോയുടെ 2ാം വരവിന് ഒരുങ്ങേണ്ടേ, അതിനു മുമ്പ് എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് കിട്ടിയേക്കണേ, അതൊക്കെ ഏതൊക്കെ അത്ഭുതങ്ങളാണ് അതിനു മുമ്പ് നടക്കുന്നത്, അതിനു മുമ്പ് എന്തൊക്കെ സന്ദേശങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഇതിനെക്കുറിച്ച് ദൈവമക്കൾ പഠിച്ചു കഴിഞ്ഞാലാണ് അവർക്ക് ഈശോയുടെ വരവിനായിട്ട് ഒരുങ്ങാൻ സാധിക്കൂ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യക്ഷീകരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പ്രത്യക്ഷീകരണത്തിന്റെ മെയിൻ തണ്ടായിട്ട് നിൽക്കുന്ന, മെയിൻ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രത്യക്ഷീകരണമാണ് യഥാർത്ഥത്തിൽ ഫാത്തിമ പ്രത്യക്ഷീകരണം. ഫാത്തിമ പ്രത്യക്ഷീകരണത്തിന് മുമ്പുള്ള എല്ലാ പ്രത്യക്ഷീകരണവും വിരൽ ചൂണ്ടുന്നത് ഈ ഫാത്തിമ പ്രത്യക്ഷീകരണത്തിലേക്കാണ്. ഫാത്തിമ പ്രത്യക്ഷീകരണം കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഫാത്തിമയിൽ പരിശുദ്ധി അമ്മ മാതാവ് നൽകിയിട്ടുള്ള ആ സന്ദേശങ്ങളുടെ വിപുലീകരണവും മുന്നറിയിപ്പുകളുമാണ് പിന്നീടുള്ള എല്ലാ സന്ദേശങ്ങളും. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യം, ഫാത്തിമയിൽ പരിശുദ്ധി അമ്മ മാതാവ് എന്താണ് പറഞ്ഞു തന്നിരിക്കുന്നത്. നമുക്കറിയാം, 1917 മെയ് മാസം 13-ാം തീയതി മുതൽ 1917 ഒക്ടോബർ മാസം 13-ാം തീയതി വരെ 6 പ്രാവശ്യമാണ് പരിശുദ്ധി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആർക്കാണ് പ്രത്യക്ഷപ്പെട്ട? 3 കുട്ടികൾ, 1 ജസീന്ത, 2 ഫ്രാൻസിസ്കോ, 3 ലൂസി. ഈ 2 പെൺകുട്ടിയും 1 ആൺകുട്ടി, ഈ 3 പേർക്കാണ് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടേക്കണേ. ഈ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് 1 വർഷമായിട്ട് മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഈ 3 കുഞ്ഞുങ്ങളെ ഒരുക്കുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധിയെ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് മുമ്പ് മാലാഖ 3 പ്രാവശ്യമാണ് പ്രത്യക്ഷപ്പെട്ടെ. 1-ാമത്തെ പ്രത്യക്ഷീകരണത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് മാലാഖ പറയുന്ന ഒരു കാര്യപ്രകാരമാണ്, ഞാൻ പോർച്ചുഗലിൻ്റെ കാവൽ മാലാഖയാണ്, ഞാൻ സമാധാനത്തിൻ്റെ മാലാഖയാണ്. എന്നിട്ട് ഈ കുട്ടികളോട് പറഞ്ഞു, ഞാനൊരു കൊച്ചു പ്രാർത്ഥന പഠിപ്പിക്കാം, ഈ പ്രാർത്ഥന എല്ലാ ദിവസവും സാധിക്കുന്നിടത്തോളം പ്രാവശ്യം ഉരുവിടണം. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന ഇപ്രകാരമാണ്. ഫാത്തിമയിൽ മാലാഖ ആദ്യം പഠിപ്പിച്ച പ്രാർത്ഥന ഇപ്രകാരമാണ്: എൻ്റെ ദൈവമേ, ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു, പ്രത്യാശ വയ്ക്കുന്നു, സ്നേഹിക്കുകയും ചെയ്യുന്നു. അങ്ങേ വിശ്വസിക്കാത്തവർക്കും ആരാധിക്കാത്തവർക്കും പ്രത്യാശ വയ്ക്കാത്തവർക്കും സ്നേഹിക്കാത്തവർക്കും വേണ്ടി അങ്ങയോട് ഞാൻ മാപ്പപേക്ഷിക്കുന്നു. എന്നിട്ട് മാലാഖ കുട്ടികളോട് പറയുവാണ്, ഈ പ്രാർത്ഥന സാധിക്കുന്നിടത്തോളം പ്രാവശ്യം തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിനൊരു കാര്യമുണ്ട്. ഈ കാണുന്ന പ്രാർത്ഥനയിൽ കിടക്കുന്ന വലിയൊരു ദൈവിക രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിൽ ദൈവമക്കൾ സഭയ്ക്കും പരിശുദ്ധ കുർബാനയ്ക്കും വിശ്വാസത്തിനും എതിരായി ചെയ്യുന്ന നിന്ദ അപമാനങ്ങൾക്ക് പരിഹാരം ചെയ്യുന്ന ഒരു പ്രാർത്ഥനയായി ഈ പ്രാർത്ഥന. അതുകൊണ്ടല്ലേ വചനം ഇങ്ങനെ ഇപ്രകാരം പ്രാർത്ഥന പഠിപ്പിക്കുന്ന: എൻ്റെ ദൈവമേ, ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, ഞാൻ അങ്ങേ പ്രത്യാശ വയ്ക്കുന്നു, ഞാൻ അങ്ങേ സ്നേഹിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? അങ്ങേ സ്നേഹിക്കാത്ത, അങ്ങേ വിശ്വസിക്കാത്ത, അങ്ങേ പ്രത്യാശ വയ്ക്കാത്ത എല്ലാ മക്കൾക്കും വേണ്ടി മാപ്പ് ചോദിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. 2ാമത് മാലാഖ പ്രത്യക്ഷപ്പെട്ടു. മാലാഖ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്: ഞാൻ പഠിപ്പിച്ച പ്രാർത്ഥന നിങ്ങൾ തീഷ്ണതയോടുകൂടി ഉരുവിടാറുണ്ടോ? കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഉവ്വ. അപ്പോൾ ഈ മാലാഖ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഇനി തൊട്ട് ഒത്തിരിയേറെ സഹനങ്ങൾ വരും,
കഷ്ടതകൾ വരും. അത് പാപികളുടെ മാനസാന്തരത്തിനായിട്ട് നിങ്ങൾ സഹിച്ച് കാഴ്ചവെക്കണം. അതിനുശേഷം ഈ മാലാഖ ഒരു പ്രകാശം അവരുടെ ഹൃദയത്തിലേക്ക് വിട്ടു. അതോടുകൂടി ഈ കുഞ്ഞുങ്ങൾക്ക് സഹിക്കാനുള്ള ഒരു ശക്തി കിട്ടുകയാണ്. പിന്നെ അവരുടെ ജീവൻ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും, പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞുങ്ങൾ ത്യാഗമെടുക്കുകയും സഹനമേറ്റെടുക്കുകയും ഒപ്പം ആത്മാർത്ഥതയോടും തീഷ്ണതയോടും കൂടി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് മൂന്നാമത് മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യപ്രകാരമാണ്. ആദ്യം മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പ്രിയപ്പെട്ടവരെ ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു. ഇതാ ഒരു സ്വർണ്ണ കാസ, ആ കാസയുടെ മുകളിലായിട്ട് ഒരു വിശുദ്ധ ഹോസ്തി. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ മുമ്പിൽ ഈ മാലാഖ കുമ്പിട്ടാരാധിക്കുക. ഈ മാലാഖ കുമ്പിട്ടാരാധിക്കണ കണ്ടപ്പോൾ ഈ മൂന്ന് കുഞ്ഞുങ്ങളും ഇതുപോലെ മുട്ടുകുത്തി കുമ്പിട്ടാരാധിച്ചു. അതിനുശേഷം ഈ മാലാഖ മറ്റൊരു പ്രാർത്ഥന പഠിച്ചു കൊടുത്തു. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്, പ്രിയപ്പെട്ടവരെ: പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ഏറ്റവും പരിശുദ്ധ ത്രിത്വമേ, ഞാൻ അങ്ങേ അഗാധമായി സ്നേഹിച്ച് ആരാധിക്കുന്നു. അങ്ങയെ വ്രണപ്പെടുത്തുന്ന നിന്ദാപമാനങ്ങൾക്കും ദൈവദൂഷണങ്ങൾക്കും പരിഹാരമായി ലോകത്തിലെ എല്ലാ വിശുദ്ധ സക്രാരിയിലും എഴുന്നള്ളിയിരിക്കുന്ന ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. എന്നിട്ട് പറയുവാണ്, മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെയും അങ്ങയുടെ ഏറ്റവും പരിശുദ്ധ തിരുഹൃദയത്തിൻ്റെയും അനന്ത യോഗ്യതയാൽ നിർഭാഗ്യരായ പാപികളുടെ മാനസാന്തരത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തിട്ട് മാലാഖ പറഞ്ഞു, ഇതും നിങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ പ്രത്യക്ഷപ്പെടലിൽ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. രണ്ടാമത്തെ പ്രത്യക്ഷപ്പെടലിൽ സഹിക്കാനായിട്ടുള്ള സന്ദേശം കൊടുത്തു. മൂന്നാമത് തിരുവോസ്തിയെ വണങ്ങിക്കൊണ്ട് ആരാധിച്ചുകൊണ്ട് മറ്റൊരു പ്രാർത്ഥന കൂടി ഇവരെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാണുന്ന പ്രാർത്ഥന ഒരു വർഷം ഈ മൂന്ന് കുട്ടികളും ചൊല്ലി ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഫാത്തിമയില് മെയ് മാസം 13-ാം തീയതി 1917 മെയ് മാസം 13-ാം തീയതി ഈ മൂന്ന് കുഞ്ഞുങ്ങൾക്കും പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ കുഞ്ഞുങ്ങൾ കാണുന്ന കാഴ്ച പ്രകാരമാണ്. ഒരു വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു, സ്വർണ്ണ കളറിന് ഉള്ള ഒരു ശിരോവസ്ത്രം ധരിച്ചിരിക്കുന്നു, കൈ കൂപ്പി പിടിച്ചിരിക്കുന്ന, കയ്യിൽ ഒരു ജപമാല പിടിച്ചിരിക്കുന്ന ഒരമ്മ മാതാവ്. ഈ അമ്മയെ കണ്ട മാത്രയിൽ കുഞ്ഞുങ്ങൾ പറഞ്ഞു, കൃപ നിറഞ്ഞ മറിയമേ എന്നവർ ഉറക്ക വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, അമ്മ എവിടെ നിന്നാ വരുന്നേ? ഈ കുട്ടികളോട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നാ വരുന്നേ. ഈ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമോ? ഈ അമ്മ പറഞ്ഞു, നിങ്ങളെ 3 പേരെയും ഞാൻ കൊണ്ടുപോകും, പക്ഷേ ഫ്രാൻസിസ് ഒത്തിരി ജപമാല ചൊല്ലേണ്ടിയിരിക്കുന്നു സ്വർഗത്തിൽ പ്രവേശിക്കാൻ. കേട്ടെ പ്രിയപ്പെട്ടവരെ, അമ്മ മാതാവ് ആദ്യം നൽകുന്ന ഒരു സന്ദേശം ഇതാണ്: സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ പറയുവാണ്, നിങ്ങൾ ധാരാളം ജപമാല ചൊല്ലണം. അതിനുശേഷം ഈ കുഞ്ഞുങ്ങൾ ചോദിച്ചു, ഞങ്ങൾ പറയുന്ന 2 പേര് ഈ കഴിഞ്ഞ നാളിൽ മരിച്ചുപോയി, അവർ സ്വർഗത്തിലുണ്ടോ? അവർ പറഞ്ഞ, ഒരാള് സ്വർഗത്തിലുണ്ട്, മറ്റേയാള് ലോകാവസാനം വരെ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം അമ്മ മാതാവ് പറഞ്ഞു, ഞാൻ തുടർച്ചയായി 5 മാസങ്ങളിൽ ഈ ദിവസം ഇവിടെ പ്രത്യക്ഷപ്പെടും, കുട്ടികൾക്ക് വരാമോ? കുഞ്ഞുങ്ങൾ പറഞ്ഞു, വരാം. അതിനുശേഷം കുഞ്ഞുങ്ങളോട് ഒരു കൊച്ചു കാര്യം കൂടി ഇപ്രകാരമാണ് പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തി കൊടുത്തേ: അനേകം ദൈവമക്കളുടെ മാനസാന്തരത്തിനായിട്ട് ഞാൻ തരുന്ന ചെറിയ സഹനങ്ങൾ, വേദനകൾ സ്നേഹത്തോടെ സ്വീകരിക്കാമോ? ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സ്വീകരിക്കാം. അമ്മ പറഞ്ഞു, അതിന് ഒത്തിരി വേദന കാണും. കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് വലിയ ഒരു ശക്തി, ഒരു പ്രകാശം വന്ന് അടിച്ചു. അതിലൂടെ ആ കുഞ്ഞുങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിലും സഹിക്കാനുള്ള ഒരു ശക്തി അതിലൂടെ ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടുകയാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ അമ്മ മാതാവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷീകരണത്തിൽ നടക്കുന്ന കാര്യം 2 സന്ദേശമാണ് വരുന്നത്. ഒന്ന്, സ്വർഗത്തിൽ പോകണമെങ്കിൽ ചെയ്യേണ്ട കാര്യം ധാരാളം ജപമാല ചൊല്ലണം. 2, വേദനകളും സഹനങ്ങളും മറ്റുള്ള വ്യക്തികളുടെ മാനസാന്തരത്തിനായിട്ട് കാഴ്ചവെക്കാനും തുടങ്ങുമ്പോഴാണ് അവർക്ക് സ്വർഗരാജ്യം കിട്ടുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഇന്ന് പഠിക്കേണ്ട കാര്യം ഇതാ മക്കളെ. നമുക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് ആർക്കും ഈ ജപമാല ചൊല്ലാനോ സഹിക്കാനോ നമ്മൾ തയ്യാറല്ല.
നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ നമ്മുടെ ചിന്തയെ അലട്ടുന്ന മറ്റു കാലങ്ങളിലേക്ക് പോകുന്ന ഒരു കാര്യം ജപമാല ചൊല്ലുമ്പോഴാണ്. നിങ്ങൾ ജപമാല ചൊല്ലാൻ നേരത്ത് ആ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യർത്ഥമായ ചിന്ത വന്നാൽ ആ ചിന്തയെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് ജപമാല കഴിഞ്ഞിട്ട് ചിന്തിക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ ജപമാല ചൊല്ലിയതിന് ശേഷം ആ ചിന്തയെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്താലും ചിന്തിച്ചെടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ തീഷ്ണതയോടുകൂടി ജപമാല ചൊല്ലുന്നതിൽ നിന്നും മുടക്കുന്ന ഒരാളാണ് സാത്താൻ. അവനറിയാം അത് ചെല്ലിയാൽ ആ വ്യക്തി സ്വർഗത്തിൽ പോകുന്നു. 2, നമ്മൾ ആരും സഹിക്കാൻ റെഡിയാകുന്ന വ്യക്തിയല്ല. ഒരല്പം പോലും വേദന, ഒരല്പം പോലും വിഷമം, അല്പം പോലും സങ്കടം നമുക്ക് സഹിക്കാൻ പറ്റില്ല. പിറുപിറുക്കും, പഴിചാരും, വിധിക്കും, കുറ്റപ്പെടുത്തും. മറിച്ച് ഇത് സ്നേഹത്തോടെ ഒന്ന് സഹിച്ച് ഈശോയിലേക്ക് ചേർത്ത് വെച്ചാൽ അവർ എത്തുന്ന സ്ഥലം സ്വർഗ. പറഞ്ഞേ ഹല്ലേലൂയാ. ഈശോയുടെ 2ാം വരവിന് ഒരുങ്ങുന്ന മക്കൾ ചെയ്യേണ്ട 2 പ്രധാനപ്പെട്ട കാര്യം: ധാരാളം ജപമാല ചൊല്ലും ദിവസവും. 2, ഓരോ സഹനങ്ങളും ഈശോയുടെ മുറിവിലേക്ക് ചേർത്ത് വെച്ച് സഹിച്ച ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് സഹിക്കാൻ തയ്യാറാകുക. ഇത് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് സ്വർഗം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. 2ാമത്തെ പരിശുദ്ധി അമ്മ മാതാവ് ഈ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ കുഞ്ഞുങ്ങൾ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമോ? അപ്പൊ അമ്മ പറഞ്ഞു, ജെസീന്റെയും ഫ്രാൻസിസ്കോയെയും ഞാൻ കൊണ്ടുപോകും എത്രയും പെട്ടെന്ന്. പക്ഷേ ലൂസി അനേക വർഷം ഈ ഭൂമിയിൽ ജീവിക്കണം. ചോദിച്ചു എന്തിനു വേണ്ടി? അപ്പൊ അമ്മ പറഞ്ഞ കാര്യം ഇതാണ്: ഈ ലോകത്തിലുള്ള മുഴുവനും മക്കൾ അമ്മ മാതാവിനെ അറിയുവാനും അമ്മയെ സ്നേഹിക്കാനും മാത്രമല്ല, അമ്മയുടെ വിമല ഹൃദയം ലോകം മുഴുവനും അറിയണം, അത് പ്രതിഷ്ഠിക്കണം. ലോകത്തെ മുഴുവനും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കാനായിട്ട് നീ ലോകത്തിൽ അനേക വർഷക്കാലം ജീവിക്കണം. കേട്ടോ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെത്താനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ അമ്മ പറയുവാണ്: ഈ ലോകത്തിലുള്ള മുഴുവനും മക്കൾ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചാൽ മാത്രമാണ് ആ വ്യക്തിക്ക് സ്വർഗം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. 3ാമത്തെ ദർശനം. 3ാമത് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നുണ്ട്, അമ്മേ അങ്ങ് ആരാ ശരിക്കും? അങ്ങൊരു അത്ഭുതം പ്രവർത്തിക്കാമോ? അമ്മ പറഞ്ഞു, ഞാൻ ആരാണ് എന്നുള്ള കാര്യം ഒക്ടോബർ മാസം പ്രത്യക്ഷപ്പെടുമ്പോൾ പറയാം. ഒക്ടോബർ മാസം എല്ലാവർക്കും കാണാൻ പറ്റുന്ന വലിയൊരു അത്ഭുതം ഞാൻ പ്രവർത്തിക്കാം. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഈ കുഞ്ഞുങ്ങളോട് അമ്മ മാതാവ് പറഞ്ഞു കൊടുക്കുന്ന കാര്യപ്രകാരമാണ്: നിങ്ങൾ ത്യാഗപ്രവർത്തികൾ ഓരോന്നും ചെയ്യുമ്പോൾ 3 കാര്യം സമർപ്പിച്ചുകൊണ്ട് ചെയ്യണം. 1, ഇപ്രകാരമാണ് പറയുന്നത്: ഈശോയെ, ഇത് അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ചെയ്യുന്നു. 2, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഞാനിത് ചെയ്യുന്നു. 3, പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിനെതിരായി ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഞാനിത് ചെയ്യുന്നു. ഒരു സഹനം ഉണ്ടാകുമ്പോൾ, ഒരു ത്യാഗപ്രവൃത്തി ഉണ്ടാകുമ്പോൾ, ഒരു അധ്വാനം നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ നീ 3 കാര്യങ്ങൾ: 1, ഈശോയുടെ സ്നേഹത്തെ പ്രതി; 2, ഇത് അനേകരുടെ മാനസാന്തരത്തിനായി; 3, അമ്മയുടെ വിമല ഹൃദയത്തിനെതിരായി ചെയ്യുന്ന നിന്ദ അപമാനങ്ങൾക്ക് പരിഹാരമായിട്ടായിരിക്കണം നിന്റെ ജീവിതത്തിലെ സഹനവും ത്യാഗപ്രവൃത്തികളും നീ ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതിനുശേഷം ഈ കുഞ്ഞുങ്ങൾ കുറേ വ്യക്തികളുടെ പേര് അമ്മയോട് പറഞ്ഞു. രോഗികളാ, അവശരാ, ആരുമില്ലാത്തവരാ, പ്രശ്നക്കാരാ. അപ്പോൾ അമ്മ പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾ നിരന്തരമായി അവരോട് ജപമാല ചൊല്ലാൻ പറയുക. അങ്ങനെ നിരന്തരമായി ജപമാല ചൊല്ലുകയാണെങ്കിൽ 1 വർഷത്തിനുള്ളിൽ അവരുടെ ഈ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുമെന്ന് അമ്മ പറഞ്ഞുകൊണ്ട് അമ്മ അപ്രത്യക്ഷമാകുക. 3ാമത്തെ രഹസ്യത്തിലേ ഉള്ളൂ: ജപമാല ചൊല്ലണം. 2, ഓരോ ത്യാഗവും ഓരോ സഹനവും എന്ത് ചെയ്യണം? ഈശോയുടെ സ്നേഹത്തെ പ്രതിയും പാപികളുടെ മാനസാന്തരത്തിനായും അവരുടെ വിമല ഹൃദയത്തിനെതിരായി ചെയ്യുന്ന നിന്ദ അപമാനങ്ങൾക്കായിട്ടും കാഴ്ചവെക്കണം, പരിഹാരമായിട്ട്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം പരിശുദ്ധി അമ്മ അവർക്ക് നരക ദർശനം കാണിക്കാൻ നമ്മൾ കാണാൻ പറ്റും. എന്താ കാണുന്നേ? നരകത്തിൽ ആത്മാക്കൾ വേദന കൊണ്ട് പൊളയുക, തീപ്പൊള്ളലേറ്റ് പൊള്ളുകയാ. അവരെ സംബന്ധിച്ച് അവർക്ക് നിൽക്കാനായിട്ട് പറ്റുന്നില്ല. അവരിങ്ങനെ ആടി നടക്കുക. ഭയങ്കര കരച്ചിലും ബഹളവും മാത്രം അവർ കേൾക്കാൻ പറ്റുന്നത്. ഈ കുഞ്ഞുങ്ങൾ പറയുന്നുണ്ട്, ഇത് കണ്ടപ്പോൾ ഞങ്ങൾ പേടിച്ചു മരിച്ചു പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ അമ്മ മാതാവ് ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു ഉറപ്പ് തന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്.
അതിനുശേഷം ഈശോ പരിശുദ്ധി അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ ലോകത്തിൽ പാപം ചെയ്ത നിർഭാഗ്യരായിട്ടുള്ള ആത്മാക്കൾ പോയി കിടക്കുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഈ കാണുന്ന നരകം. എന്നിട്ട് അമ്മ ഈ കുഞ്ഞുങ്ങളോട് പറയുക, ഈ നരകാഗ്നിയിൽ ആത്മാക്കൾ പതിയാതിരിക്കാനായിട്ട് ഈ ലോകത്തിലുള്ള മുഴുവനും മക്കളെയും പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം. കേട്ട പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ലോകത്തിലുള്ള ഒരാത്മാ പോലും നരകത്തിൽ പോകാതിരിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം. എന്നിട്ട് അമ്മ ഒരു പ്രാർത്ഥന കൂടി ഇവരെ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയാണ് നമ്മൾ ജപമാലയിൽ എന്നും ചെല്ലുന്നത്. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ കരുണ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. ഈ പ്രാർത്ഥന കൂടി പഠിഞ്ഞു കൊടുക്കുക. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഇതാ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഒരു വ്യക്തി മരിച്ച് നരകാഗ്നിയിൽ പോകുന്നുണ്ടെങ്കിൽ അതിന് ഞാനും നിങ്ങൾ കണക്ക് കൊടുക്കണം. നമ്മുടെ കുടുംബത്തിലുള്ളവരാകട്ടെ, നമ്മൾ കണ്ടുമുട്ടിയവരാകട്ടെ, നമ്മുടെ ദേശത്തുള്ള വ്യക്തിയാകട്ടെ, പ്രിയപ്പെട്ടവരെ, ഇവർ നരകാഗ്നിയിൽ പോകാൻ കാരണം ഞാൻ ഇന്നുവരെ ആ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചിട്ടില്ല. അവരെ ഞാൻ എന്നെയും പ്രതിഷ്ഠിച്ചിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. മൂന്നാമത്തെ രഹസ്യത്തിൽ പരിശുദ്ധി അമ്മ വളരെ വ്യക്തമായിട്ട് സന്ദേശത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒന്ന്, നിങ്ങൾ ഈശോയുള്ള സ്നേഹത്തെ പ്രതി വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അത് അനേകരുടെ മാനസാന്തരത്തിനായിട്ടും അമ്മയുടെ വിമല ഹൃദയത്തിനെതിരായി ചെയ്യുന്ന ഇന്ത അപമാനങ്ങൾക്കും. ഒപ്പം അമ്മ പറയുന്നു ജപമാല ചൊല്ലണം. പിന്നീട് അമ്മ പറയുന്നു വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം. പ്രിയപ്പെട്ടവരെ, അതിനുശേഷമാണ് പരിശുദ്ധി അമ്മ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. 3 രഹസ്യമാണ്. ഒന്നാമത്തെ രഹസ്യം ഇത് തന്നെയാണ്, നരകദർശനം. നരകദർശനത്തിൽ പറയുന്ന കാര്യം ഇത് തന്നെയാണ്, മനുഷ്യൻ പാപം ചെയ്തിട്ട് അനുതപിക്കുന്നില്ലെങ്കിൽ, വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നില്ലെങ്കിൽ ഈ ആത്മാവ് നരകത്തിൽ പോകും. അത്രയും നാളും ദൈവജനം വിശ്വസിച്ചിരുന്ന ഒരു കാര്യം നരകം പലപ്പോഴും ഇല്ല എന്നായിരുന്നു. എന്നാൽ ഈ കുഞ്ഞുങ്ങൾ ഇത് വെളിപ്പെടുത്തിയതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ നരകം എന്ന് പറയുന്ന ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, സത്യമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് ജനത്തിന് പറ്റിയത്. അതിനുശേഷം ആ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ആ പ്രാർത്ഥനയിൽ 2 കാര്യമാണ്. ഒന്ന്, പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയും 2, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി. ഇത് ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധി അമ്മ ആവശ്യപ്പെട്ടേക്കുക. രണ്ടാമത്തെ രഹസ്യം പ്രിയപ്പെട്ടവരെ, ഇതാ 1-ാം ലോക മഹായുദ്ധം അവസാനിക്കാൻ പോകുന്നു. പക്ഷേ മനുഷ്യൻ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, മനുഷ്യൻ തിരിച്ചു വരുന്നില്ലെങ്കിൽ, മനുഷ്യൻ അനുതപിക്കുന്നില്ലെങ്കിൽ, മനുഷ്യൻ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് തയ്യാറാകുന്നില്ലെങ്കിൽ ഇതിനേക്കാളും വലിയ ഒരു യുദ്ധമുണ്ടാകും. അതിലൂടെ അനേകർ പട്ടിണിയിലേക്ക് വരും, ക്ഷാമത്തിലേക്ക് വരും, യുദ്ധങ്ങൾ മുഴുവനും മൂർച്ച കൂടും, മാർപ്പാപ്പ ഒത്തിരി ദുഃഖിക്കേണ്ടതായിട്ട് വരും, സഭ ഒത്തിരിയേറെ പീഡനത്തിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. എന്നിട്ട് പറഞ്ഞു, 11-ാം പിയൂസ് മാർപ്പാപ്പയുടെ കാലത്തായിരിക്കും ഇത് പൊട്ടിപ്പുറപ്പെടുക. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം അമ്മ പറയുന്ന ഒരു കാര്യം ഇതാണ്, രക്ഷയെ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം. 2, 5 ആദ്യ ശനിയാഴ്ചകളിൽ പരിഹാരത്തിന്റെ ബലിയർപ്പണം നടത്തി പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. ഇത് ചെയ്യുന്നില്ലെങ്കിൽ ഈ കാണുന്ന രക്ഷ അബദ്ധ പ്രബോധനങ്ങൾ ലോകത്ത് മുഴുവനും ഉണ്ടാക്കും. 2, അനേക രക്തസാക്ഷികൾ ഉണ്ടാകും. 3, യുദ്ധം പൊട്ടിപ്പുറപ്പെടും. 4, അനേകർ പട്ടിണി കിടന്ന് മരിക്കാൻ തുടങ്ങും. 5, ചില രാജ്യങ്ങൾ ഉന്മൂലനം ചെയ്യപ്പെടും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, മനുഷ്യൻ അനുദപിച്ചില്ല, മനുഷ്യൻ മാറിയില്ല, ഈ രക്ഷയെ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചില്ല. ഒപ്പം പ്രിയപ്പെട്ടവരെ, ഈ ആദ്യ 5 ശനിയാഴ്ചകളിൽ പരിഹാരത്തിൻ്റെ ബലിയർപ്പിക്കാൻ തുനിഞ്ഞില്ല. എന്തു പറ്റി? 2-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഒരു കാര്യം സത്യമാ മക്കളെ, അമ്മ പറഞ്ഞ കാര്യം ചെയ്യാത്തപ്പോൾ ഒക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെയ്യണമെന്ന് അമ്മ പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുമ്പോൾ ഇതാ സംഭവിക്കുന്നത്. 3-ാമത്തെ ഒരു രഹസ്യം കൂടി ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, പോർച്ചുഗൽ വിശ്വാസ പ്രമാണം പാലിക്കും. നമുക്ക് കാണാനായിട്ട് പറ്റും, 1917 മുതൽ ജനിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് അവരുടെ ജീവിതം, ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്.
1917 ശേഷം നോക്കുമ്പോൾ അനേകർ ദൈവത്തിൽ നിന്ന് അകലുകയാണ്. അകലാൻ കാരണം രണ്ടാ. ഒന്ന്, മനുഷ്യന് സമ്പത്ത് വർദ്ധിക്കാൻ തുടങ്ങി. രണ്ട്, ഈ കാണുന്ന ലോകത്തിലെ ശാസ്ത്രം വളരാനായിട്ട് തുടങ്ങി. ഇതിൻ്റെ ഫലമായിട്ട് അനേകര് ദൈവത്തിൽ നിന്ന് അകലുക. ആദ്യ മാതാപിതാക്കൾ ചെയ്ത സംഭവം എന്താ? അവരിങ്ങനെ ചിന്തിച്ച് ഞങ്ങൾക്ക് ദൈവത്തെ പോലെ ആകണം. എന്ത് പറ്റി? പറുദീസ നഷ്ടപ്പായി. ഈ തലമുറ ചെയ്യുന്ന കാര്യം എന്താ? ഞങ്ങൾക്കെല്ലാം ചെയ്യാൻ സാധിക്കും, അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള ബുദ്ധിയുണ്ട്, അതിനുള്ള അറിവുണ്ട്, ഞങ്ങൾക്കെല്ലാം ചെയ്യാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, എന്തു പറ്റി? അതിൻ്റെ ഫലമായിട്ട് അനേകർക്ക് സ്വർഗം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ കണ്ടു, മനുഷ്യൻ പാപം ചെയ്തു, അനുതപിക്കുന്നില്ല, നരകം. രണ്ട്, മനുഷ്യൻ പാപം ചെയ്യുന്നു, അനുതപിക്കാനോ മാറാനോ തയ്യാറാകുന്നില്ല, അതിൻ്റെ ഫലമായിട്ട് വലിയ ദുരന്തത്തിലേക്ക്, യുദ്ധത്തിലേക്ക് വീണു പോകുന്നു. മൂന്നാമത്തെ രഹസ്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, സഭയിലും ലോകത്തിലും വലിയ വിശ്വാസ തകർച്ച ഉണ്ടാകും. അവസാന കാലഘട്ടത്തിൽ വരുന്ന വലിയൊരു കാര്യത, വലിയ വിശ്വാസ തകർച്ച. ഇത് ഫാത്തിമയിൽ അമ്മ പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് അവസാന കാലഘട്ടത്തിൽ സംഭവിക്കും. അതിൽ നമ്മൾ പോയി പെടാതിരിക്കണമെങ്കിൽ, ആ ഒരവസ്ഥയിൽ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ 3 കാര്യം. 1, ജപമാല ചൊല്ലുക. 2, വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. 3, സഹനങ്ങളും ത്യാഗങ്ങളും സ്നേഹത്തെ പ്രതി സഹിച്ച് കാഴ്ചവെക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, 4ാമത്തെ ദർശനത്തിൽ പരിശുദ്ധി അമ്മ ഈ കുഞ്ഞുങ്ങളോട് വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യം പ്രകാരമാണ്. 4ാമത്തെ രഹസ്യത്തില് ഈ കുഞ്ഞുങ്ങളോട് അമ്മ പറയുവാണ്, മറ്റൊന്നുമല്ല, ഇവിടെ ഒത്തിരിയേറെ നേർച്ച വീഴുന്നുണ്ടല്ലോ അമ്മേ, എന്താ ചെയ്യണ്ടേ? അമ്മ 2 കാര്യമാണ് പറയുന്നത്. 1, ഇവിടെ ഒരു കുഞ്ഞ് ദേവാലയം പണിയണം. 2 ചെറിയ പീഠമുണ്ടാക്കണം. ജപമാല തിരുനാൾ ദിവസം ഈ പീഠത്തിന്മേൽ അമ്മ മാതാവിന്റെ രൂപം വെച്ച് പ്രദക്ഷിണം നടത്തണം. ഒരു പീഠത്തിൽ പിടിക്കേണ്ടത് 1 ഫ്രാൻസിസ്കോയും 3 പിള്ളേരും കൂടി, 3 ആൺകുട്ടികളും കൂടി വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അത് പിടിക്കണം. മറ്റേ പീഠത്തില് ലൂസിയും ജസീന്തയും മറ്റ് 2 പെൺകുട്ടികൾ വെള്ള വസ്ത്രം ധരിച്ച് പിടിക്കണം. ഇതാണ് 4ാമത്തെ ദർശനത്തിൽ കാണിച്ചു കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം അമ്മ വളരെ വേദനയോടെ ഈ കുഞ്ഞുങ്ങളോട് പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുക, ഒത്തിരി ത്യാഗമെടുത്ത് നിരന്തരം പ്രാർത്ഥിക്കുക. എന്നിട്ട് പറയുവാണ്, ഇന്ന് അനേകർ നരകാഗ്നിയിൽ പോയി വീഴാൻ കാരണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി ത്യാഗമെടുക്കാനും ഈ ലോകത്ത് ആളില്ലാത്തത് കൊണ്ടാണ് അനേകർ നരകാഗ്നിയിൽ പോയി വീഴാൻ കാരണം. പരിശോധിക്കേണ്ട കാര്യം അത് മക്കളെ. നമ്മുടെ കുടുംബത്തിലുള്ളവരാകട്ടെ, മറ്റുള്ളവരാകട്ടെ, ഇന്ന് മരണശേഷം നരകാഗ്നിയിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്ക് കൊടുക്കണം. നമ്മളിന്ന് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെയൊക്കെ യുദ്ധവും നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളും മറ്റു പലതിനും വേണ്ടിയാ. ലോകത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ചിന്തയില്ല. അമ്മ വെളിപ്പെടുത്തിയ രഹസ്യങ്ങള് ഉൾക്കൊള്ളാൻ ഇന്ന് റെഡിയല്ല. അതുകൊണ്ടാണ് മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥന, മറ്റു പലതിനും വേണ്ടിയുള്ള യുദ്ധം. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഞ്ചാമത്തെ രഹസ്യം പ്രിയപ്പെട്ടവരെ, 5ാമത്തെ ദർശനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, കുഞ്ഞുങ്ങളെ, ഇതാ ഒക്ടോബർ മാസം അവസാന ദിവസം ഞാൻ പരിശുദ്ധ യൗസേ പിതാവിനെയും ഒപ്പം ഉണ്ണീശോയെയും കൊണ്ടുവരും. കർമ്മല മാതാവ് വരും, വ്യാകുല മാതാവ് നിങ്ങളെ സന്ദർശിക്കാനായിട്ട് വരും. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു, ഇതാ യുദ്ധം അവസാനിക്കാൻ പോകുന്നു, പക്ഷേ ജപമാല ചൊല്ലുന്നത് കുറയരുത്. നിങ്ങളുടെ ത്യാഗങ്ങൾ ഒത്തിരിയേറെ ഈശോ ഇഷ്ടമാകുന്നു, അത് നിരന്തരം ഇതുപോലെ കാഴ്ചവെക്ക്. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അമ്മ മാതാവ് അപ്രത്യക്ഷമാകുക. പിന്നെയാണ് ഒക്ടോബർ മാസം 13-ാം തീയതി പരിശുദ്ധി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. നമുക്കതിനെക്കുറിച്ചൊക്കെ അറിയാം, ഞാനത് വെളിപ്പെടുത്തി ഒത്തിരി വിപുലീകരിച്ച് പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അമ്മ വരുന്നു, അമ്മയോട് ചോദിക്കുന്നു, കുഞ്ഞുങ്ങൾ അങ്ങാരാ? അമ്മ പറയുന്നു, ഞാൻ ജപമാല റാണിയാ. അതിനുശേഷം അമ്മ, പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ കൈകളിലേക്ക് കുറേ വ്യക്തികളെ സമർപ്പിച്ചു. അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈ കുഞ്ഞുങ്ങളോട് അമ്മ പറയുന്നൊരു കാര്യപ്രകാരമാണ്, ഇവരോട് ആദ്യം മാനസാന്തരപ്പെടുവാനും
ചെയ്ത പാപത്തെ ഓർത്ത് ദൈവത്തോട് ക്ഷമ ചോദിക്കാനും ജീവിതം തിരുത്താനും തയ്യാറായിട്ട് ജപമാല ചൊല്ലാൻ. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം അമ്മ കൈ തുറക്കുന്നു. കൈ തുറക്കുമ്പോൾ 3 ദർശനം. ആ ദർശനം കാണാം സന്തോഷം, ദുഃഖം, ഒപ്പം മഹിമ. ഈ 3 രഹസ്യങ്ങൾ പുറത്തു വരിക. അവിടെ ഇങ്ങനെയാണ് 3 കുഞ്ഞുങ്ങൾ കാണുന്ന കാഴ്ച പ്രകാരമാണ്. ഒന്ന്, യൗസേപ്പ് പിതാവ് ഉണ്ണീശോയെ എടുത്തിരിക്കുന്നു. പരിശുദ്ധി അമ്മ തൊട്ടടുത്ത് നിൽക്കുന്നു. ഇത് സന്തോഷത്തിൻ്റെ രഹസ്യം കാണിച്ചു തരിക. യൗസേപ്പ് പിതാവും അമ്മ മാതാവും വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. ഉണ്ണീശോ ഇളം ചുമപ്പ് വസ്ത്രം ധരിച്ചിരിക്കുന്നു. അതിനുശേഷം ഉണ്ണീശോയും യൗസേപ്പ് പിതാവും വലതുകരം ഉയർത്തിപ്പിടിച്ച് അവിടെ നിൽക്കുന്ന ആളുകളെ ആശീർവദിക്കുന്നു. അതിനുശേഷം പിന്നീട് കാണുന്ന കാഴ്ച പ്രകാരമാണ് കുരിശിൽ വേദനയോടെ കിടക്കുന്ന ഈശോ, തൊട്ടടുത്ത് വ്യാകുല മാതാവ്. പ്രിയപ്പെട്ടവരെ, കുരിശിൽ കിടക്കുന്ന ഈശോ കരമുയർത്തി ഈ കുഞ്ഞുങ്ങളെ അവിടെയുള്ളവരെയും ആശീർവദിക്കുന്നു. ഈ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളിൽ കാണാൻ പറ്റും. മൂന്നാമത് ഈ കുട്ടികൾ കാണുന്ന രഹസ്യപ്രകാരമാണ്. ഇതാ 12 നക്ഷത്രമുള്ള പരിശുദ്ധ അമ്മയുടെ ഒരു കിരീടം. അമ്മ ഒരു കയ്യിൽ ഉണ്ണീശോയെ പിടിച്ച് ഇരിക്കുന്നു, മറ്റേ കയ്യിൽ ഒരു ഉത്രിയം പിടിച്ചിരിക്കുന്നു. കർമ്മല മാതാവ്, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ട് മുട്ടിധരിക്കപ്പെട്ട അമ്മ മഹിമയുടെ രഹസ്യം കാണിക്കുന്നു. അതിനുശേഷമാണ് പ്രിയപ്പെട്ടവരെ സൂര്യൻ്റെ നൃത്തമൊക്കെ പിന്നീട് നമുക്ക് കാണാൻ പറ്റുക. ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം, പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ ഇത്രയും 3. ഒന്ന്, ധാരാളം ജപമാല ചൊല്ലണം സ്വർഗത്തിൽ പോകണമെങ്കിൽ, ഈശോയുടെ വരവിനായിട്ട് ഒരുങ്ങണമെങ്കിൽ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ജീവിതത്തിൽ കിട്ടുന്ന ഓരോ സഹനങ്ങളും ത്യാഗപ്രവൃത്തികളും അനേക ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെക്കണം. 3, പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം. പ്രിയപ്പെട്ടവരെ, പിന്നീട് ഇവരുടെ ജീവിതം നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ജസീന്തയ്ക്ക് വീണ്ടും പരിശുദ്ധി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ജസീന്തയോട് 3 പാപങ്ങൾ ലോകത്തിൽ നിന്ന് മാറ്റാനായിട്ട് ആവശ്യപ്പെടാൻ പറയുക. പ്രത്യേകിച്ച് പറയുന്ന 3 പാപങ്ങൾ: 1, ജഡിക പാപം; 2, പരിഷ്കാരമോടിയുള്ള വസ്ത്രധാരണം; 3, ദൈവത്തിൽ നിന്ന് അല്ലാത്തവയും ദൈവം ആഗ്രഹിക്കാത്തതുമായിട്ടുള്ള വിവാഹ ബന്ധങ്ങൾ. ഇത് 3 ദൈവത്തെ ഒത്തിരിയേറെ വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് ജനം ഇതിൽ നിന്ന് മാറാൻ വീണ്ടും ആവശ്യപ്പെടുക. അതിനുശേഷം വീണ്ടും ജസീന്തയോട് പറയുന്നൊരു കാര്യം: മക്കളെ, വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുക. വിശുദ്ധി. ലൂസിക്ക് വീണ്ടും പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 1925 30 25 പ്രത്യക്ഷപ്പെട്ടിട്ട് വീണ്ടും ആവർത്തിച്ച് പറയുന്നു: 5 ശനിയാഴ്ചകളിൽ നിങ്ങൾ പരിഹാരത്തിന്റെ ബലിയർപ്പിക്കുക. 1930 പറയുന്നു: ഇതുവരെ ആയിട്ടും രക്ഷയെ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് ആത്മാർത്ഥമായിട്ട് പ്രതിഷ്ഠിച്ചിട്ടില്ല. എന്താ സംഭവിച്ചെന്നറിയണോ പ്രിയപ്പെട്ടവരെ? യഥാർത്ഥത്തിൽ മേരി അലങ്കോക്ക് പറഞ്ഞ കാര്യം ലൂയിസ് 14 രാജാവ് ചെയ്യാത്തതിൻ്റെ അതേ അനുഭവമാണ് ഫാത്തിമയിൽ സംഭവിച്ചത്. എന്താ മേരി അലങ്കോക്ക് പറഞ്ഞ് ലൂയിസ് 14 രാജാവിനോട് പറഞ്ഞ കാര്യം എന്താ? ഇതാ ഈശോയുടെ തിരുഹൃദയത്തിന് രാജ്യത്തെ സമർപ്പിക്കുക. ചെയ്തില്ല. 15 ആവശ്യപ്പെട്ടു, ചെയ്തില്ല. 16 ആവശ്യപ്പെട്ടു, ചെയ്തില്ല. അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഇപ്രകാരം ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അദ്ദേഹം വധിക്കപ്പെടുക. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടിട്ട്, രക്ഷയെ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് നടന്നില്ല. എന്തു പറ്റി? 2ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. കമ്മ്യൂണിസം ലോകത്ത് മുഴുവനും വ്യാപിച്ചു. ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ് മക്കളെ. അമ്മ മാതാവ് തരുന്ന രഹസ്യം, പ്രത്യേകിച്ച് ഈശോയുടെ 2ാം വരവിന് ഒരുക്കമായിട്ട് ദൈവമക്കളോട് ഒരുങ്ങാനായിട്ട് ആവശ്യപ്പെടുന്ന ദൈവിക രഹസ്യങ്ങൾ നിങ്ങൾ ചുമ്മാ അവഗണിച്ച് കളയല്ലേ. ഫാത്തിമയിൽ അമ്മ പറഞ്ഞിരിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് ഞാൻ പറയുന്നത്: ജപമാല ധാരാളം ചൊല്ലുക; 2, ത്യാഗങ്ങളും സഹനങ്ങളും അനേകരുടെ മാനസാന്തരത്തിനായിട്ട് ഈശോയുള്ള സ്നേഹത്തെ പ്രതിയും അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിനെതിരായി ചെയ്യുന്ന ഇന്നത്തെ അപമാനങ്ങൾക്ക് പരിഹാരമായിട്ടും കാഴ്ചവെക്ക്. 3ാമത്തെ കാര്യം, നിങ്ങൾ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുക, പ്രതിഷ്ഠിക്കുക. എല്ലാ വ്യക്തികളെയും, രാജ്യങ്ങളെയും, കുടുംബത്തെയും, അയൽവക്കക്കാരെയും, കാണുന്ന ആത്മാക്കളെ മുഴുവനും പ്രതിഷ്ഠിക്കുക. ഈ 3 കാര്യം ചെയ്യുന്നവർക്കാണ് സ്വർഗം ഈശോയുടെ 2ാം വരവിന് ദൈവം ആഗ്രഹിക്കുന്ന പോലെ, അമ്മ ആഗ്രഹിക്കുന്ന പോലെ ഒരുങ്ങാനായിട്ട് സാധിക്കൂ.
പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ആത്മാർത്ഥമായിട്ട് ഈ രഹസ്യം ഉൾക്കൊള്ളാം, ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. അതിന് പരിശുദ്ധി അമ്മ മാതാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ഈ അമ്മ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവിക കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവിക രഹസ്യങ്ങൾ, സന്ദേശങ്ങൾ ഏറ്റവും സ്നേഹത്തോടു കൂടി നമുക്ക് സ്വീകരിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, പ്രത്യേകമായ ഒരു ഹൃദയ മാറ്റത്തിനാണ് ഈ ക്ഷണം. മംഗളവാർത്ത ഞാൻ സ്വീകരിച്ചതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഹൃദയത്തിന് സ്വയം സമർപ്പിക്കുക. അപ്രകാരം ചെയ്യുമ്പോൾ സാധാരണക്കാരായ നിങ്ങൾ എൻ്റെ മകനെ മഹത്വപ്പെടുത്തുന്നത് വലിയ ഉപഹാരമായി ഈശോ തന്നെ കണക്കാക്കും. ആദ്യമായി മനുഷ്യാവതാരത്തിനായി എൻ്റെ ഹൃദയത്തെ തിരഞ്ഞെടുത്തത് എൻ്റെ മകൻ തന്നെയാണ്. ഇപ്പോൾ എന്നിൽ വീണ്ടും ജനിക്കാൻ എൻ്റെ മകൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവം എൻ്റെ മകനായി ഗർഭത്തിൽ വന്ന അതേ സ്ഥലത്ത് വന്ന് ഈശോയെ കണ്ടുമുട്ടുവാൻ നിങ്ങൾക്കും ക്ഷണം നൽകപ്പെടുന്നു. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയെത്തിയ രക്തം മാംസമായ ആ സ്ഥലത്ത് വെച്ച് എൻ്റെ പുത്രനായ ദൈവത്തെ കാണാൻ നിങ്ങൾക്കിതാ ക്ഷണം. ഇപ്പോൾ എൻ്റെ ഹൃദയമാകുന്ന സിംഹാസനത്തിൽ ആരൂഢനാണ് പുത്രൻ തമ്പുരാൻ. മാംസമാകുന്നതിന് അനുവാദം കാത്തിരുന്ന അതേ സ്ഥലത്ത് പുത്രൻ തമ്പുരാൻ കാത്തിരിക്കുന്നു. ഈ സങ്കേതത്തിലേക്ക് നിങ്ങളും വരിക. നിങ്ങളെ എൻ്റെ ഗർഭപാത്രത്തിലേക്ക് കൊണ്ടുപോയി ഞാൻ നിങ്ങളുടെ അമ്മയാകാം. നിങ്ങൾ ഓരോ വ്യക്തിയും എൻ്റെ പ്രിയപ്പെട്ട മക്കളും. എൻ്റെ വിമല ഹൃദയത്തിൽ നിന്നാണ് ഈ ക്ഷണം. ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ. വിചാരത്തിൽ ഈശോയ്ക്കും എനിക്കും ഒരേ അമ്മയാണല്ലോ എന്ന് ചിന്തിക്കുന്നു. വാക്കിൽ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് 10 പ്രാവശ്യം ചൊല്ലും. പ്രവൃത്തിയിൽ ജോലികൾ മാതാവിൻ്റെ കൂടെ എന്ന പോലെ ചെയ്യും. ഉപേക്ഷ വരുത്താതെ ഈശോയ്ക്ക് വേണ്ടി 1 മണിക്കൂർ സമയം മൊബൈലും ടിവിയും ഉപേക്ഷിക്കും. ദൈവപുത്ര അങ്ങേക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. ദൈവപുത്ര അങ്ങേക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവിക രഹസ്യങ്ങൾ മുഴുവനും വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, നമുക്കൊരു നിമിഷം 2 കരങ്ങൾ യാചനയോടെ പിടിക്കാം. നമുക്ക് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ദൈവിക പുണ്യങ്ങൾ.
ഞാൻ നിങ്ങളോട് ഇതിൻ്റെ ആരംഭത്തിൽ തൊട്ട് പറയുന്ന ഒരു കാര്യമാണല്ലോ, പുണ്യം അഭ്യസിക്കണം. പുണ്യം അഭ്യസിക്കുമ്പോഴേ പാപം പുറത്തു പോകും. പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടണം. പലപ്പോഴും സാധിക്കാതെ വരുന്നൊരു കാഴ്ചയാണ്. പ്രിയപ്പെട്ടവരെ, രണ്ട് കരങ്ങൾ യാചനയോടെ പിടിച്ച് അമ്മയോട് ചേർന്ന് നമുക്ക് ഈശോയോട് പറയാം, ദൈവിക പുണ്യങ്ങളാൽ, പ്രത്യേകിച്ച് അമ്മയിൽ നിറഞ്ഞ ആ പുണ്യങ്ങളാൽ ഞങ്ങളെ ഒന്ന് നിറയ്ക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയം വഴി നമ്മൾ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ദൈവസ്നേഹം, ദൈവ വിശ്വാസം, ശരണം, എളിമ, അതുപോലെ തന്നെ അനുസരണം, പ്രിയപ്പെട്ടവരെ അരൂപിയിലുള്ള നിലനിൽപ്പ്, ഈ പുണ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ലഭിക്കാൻ, അത് നിറയാൻ, കവിയാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. രണ്ട് കരങ്ങൾ യാചനയോടെ പിടിച്ച് മറ്റാരെ നോക്കണ്ട, ഈശോയെ മാത്രം നോക്കിക്കൊണ്ട്, ഈശോയെ എനിക്ക് ദൈവിക പുണ്യത്താൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ, എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണമേ, എനിക്കൊരു ശക്തി നൽകണമേ എന്നുള്ള ആഗ്രഹത്തോടെ നമുക്ക് ഒരു മിനിറ്റ് നേരം ദൈവത്തെ എല്ലാവരും ചേർന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന സകല മക്കളും ഒന്ന് ചേർന്ന് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, ആത്മാവേ, ആരാധന, 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 പരിശുദ്ധാത്മാവ് വരണമേ. ആത്മാവേ വരിക, ദാനഫലം തരിക, പിൻവരദാനങ്ങൾ ദാസർക്കേകിടുക. ആത്മാവേ വരിക, ദാനഫലം തരിക, പിൻവരദാനങ്ങൾ ദാസർക്കേകിടുക. ആത്മാവേ വരിക, അഭിഷേകം തരിക, പുത്തനഭിഷേകം ദാസർക്കേകിടുക. ആത്മാവേ വരിക, അഭിഷേകം തരിക, പുത്തനഭിഷേകം ദാസർക്കേകിടുക. പുത്തനഭിഷേകം ദാസർക്കേകിടുക. ഒരു നിമിഷം കണ്ണടയ്ക്കാം, അല്ലെങ്കിൽ കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് ഈശോയെ മാത്രം നോക്കാം. അനേകര് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ജപമാല ചൊല്ലാൻ. പലർക്കും ജപമാല ചൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിലും അർത്ഥം മനസ്സിലാക്കി ചെല്ലാൻ സാധിക്കാത്ത അനേക ലക്ഷങ്ങളാണ്. ചെല്ലുന്നവരുണ്ട്, പക്ഷെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊടുത്തേ. ദൈവമേ, ജപമാല ചൊല്ലുമ്പോൾ ഞങ്ങൾ ഒത്തിരി വ്യഗ്രതയിലാണ്. മറ്റു പല ചിന്തകൾ ഞങ്ങളെ കയറി അലട്ടുക. തുടങ്ങുന്നതും അറിയാം, തീരുന്നതും അറിയാം. ഞങ്ങൾ എത്രണ്ണം ചെല്ലിയെന്ന് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ചെല്ലിയാൽ ഒരെണ്ണം പോലും ഞങ്ങൾക്ക് അർത്ഥം ഒന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഒന്ന് കൃപയോടുകൂടി ചെല്ലാനായിട്ട് പലപ്പോഴും പറ്റുന്നില്ല. മാതാവേ, ഞങ്ങൾ ഈ നിമിഷം അങ്ങയുടെ സന്നിധിയിൽ രണ്ട് കൃപയ്ക്കായിട്ട് യാചിക്കുക. ഒന്ന് തീഷ്ണതയോടെ ധാരാളം ജപമാല ചൊല്ലാൻ, രണ്ടർത്ഥം മനസ്സിലാക്കി ജപമാല ചൊല്ലാൻ ഒരു കൃപ, ഒരു അഭിഷേകം പരിശുദ്ധി അമ്മേ ഈ നിമിഷം ഫാത്തിമാനാഥേ ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള ആഗ്രഹത്തോടെ രണ്ട് കരങ്ങളും യാചനയോടെ പിടിച്ച് നമ്മൾ വിളിച്ചു പാടാൻ പോകുക. കർത്താവേ, ജപമാലയുടെ വലിയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നതിനോടൊപ്പം തന്നെ അത് ചെല്ലാനും അത് അർത്ഥം മനസ്സിലാക്കി ചെല്ലാനുമുള്ള കൃപയും ശക്തിയും അഭിഷേകവും ഞങ്ങൾക്ക് തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ സകല മക്കളും ഒന്ന് ചേർന്നൊന്ന് വിളിച്ചു പാടിക്കേ.
ചാരേ ചൊല്ലുന്നു ജപമാല വഴിയാ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചൊല്ലുന്നു ജപമാല വഴിയാ. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഈ ഞാനുമിരിപ്പൂ. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഈ ഞാനുമിരിപ്പൂ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. പരിശുദ്ധ അമ്മ മാതാവിലൂടെ ഈശോയിൽ നിന്ന് നേടിയെടുക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ദൈവിക രഹസ്യമാണ് പ്രിയപ്പെട്ടവരെ, സഹിക്കാനും ത്യാഗങ്ങൾ ഏറ്റെടുത്ത് സമർപ്പിക്കാനുമുള്ള കൃപ. നമ്മുടെ ജീവിതം നോക്കിക്കേ, ചെറിയൊരു സഹനം പോലും നമുക്ക് പറ്റുന്നില്ല. നമ്മൾ ഒത്തിരി വിഷമിക്കുക, നമ്മൾ ഒത്തിരി പരാജിതരായി തീരുക, നമ്മൾ തളർന്നു പോകുക, നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്ത അവസ്ഥ വരിക. പ്രിയപ്പെട്ടവരെ, കൃപയില്ലാത്തവന് സഹിക്കാൻ പറ്റില്ല. കൃപയില്ലാത്ത വ്യക്തികൾക്ക് ത്യാഗങ്ങൾ ഏറ്റെടുത്ത് കാഴ്ചവെക്കാൻ പറ്റില്ല. ഈശോയുടെ സ്നേഹത്തെ പ്രതി സഹിക്കാൻ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സഹിക്കാൻ, അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിനെതിരായി ചെയ്യുന്ന നിന്ദാപമാനങ്ങൾക്ക് പരിഹാരമായി കാഴ്ചവെക്കാൻ ഓരോ സഹനവും ഓരോ ത്യാഗപ്രവൃത്തിയും പറ്റണമെങ്കിൽ ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. കരങ്ങൾ യാതനയോടെ പിടിക്കാം. അപ്പാ, ഒരു കൃപ, സഹിക്കാൻ കൃപ, കാഴ്ചവെക്കാൻ കൃപ, പ്രത്യേകിച്ച് ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ കൃപ, ഓരോ കുഞ്ഞി കുഞ്ഞി കാര്യങ്ങൾ പോലും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ അമ്മേ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങൾക്കൊരു കൃപ തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ സകല മക്കളും ഒന്ന് ചേർന്ന് ആ കൃപയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി നൽകിയിടണമേ നിൻ വരങ്ങൾ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി നൽകിയിടണമേ നിൻ വരങ്ങൾ. ഒരു നിമിഷം കൂടി പ്രിയപ്പെട്ട മക്കളെ കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത ഈശോയെ നോക്കാം. നമുക്ക് ഫാത്തിമയിൽ അമ്മ വെളിപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യമാണ്, ഈ ലോകത്തിൽ നിന്ന് ഒരാൾ പോലും മരിച്ച് നരകത്തിൽ പതിയാതിരിക്കാൻ 3 കാര്യം. 1, അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കണം. 2, ധാരാളം പ്രാർത്ഥിക്കണം. 3, ത്യാഗങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാകണം. മാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയാ ഉള്ളേ, ഇവർ ഓരോരുത്തരെയും അമ്മേ ഇതാ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സമർപ്പണം നടത്തിക്കും. ജീവിത പങ്കാളി, മക്കള്, മാതാപിതാക്കള്, സഹോദരങ്ങള്, നമ്മുടെ സ്വന്തക്കാര്, നമ്മുടെ അയൽവക്കക്കാര്, രോഗികള്, നമ്മുടെ ഇടവക, നമ്മുടെ ദേശത്തുള്ള മക്കള്, നമ്മുടെ നാട് എല്ലാം ഒന്ന് സമർപ്പിച്ച പ്രിയപ്പെട്ടവരെ, ആരെയൊക്കെ സമർപ്പിക്കുന്നുവോ അവരെയൊക്കെ പരിശുദ്ധി അമ്മ മാതാവ് വിശുദ്ധീകരിക്കാൻ തുടങ്ങും. തന്റെ കൃപയാൽ നിറയ്ക്കാൻ തുടങ്ങും, തന്റെ പുണ്യങ്ങളാൽ നിറയ്ക്കാൻ തുടങ്ങും. ഒരു നിമിഷം അമ്മേ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രാർത്ഥിച്ച പോലെ അമ്മേ ഞാൻ പൂർണ്ണമായിട്ടും അമ്മയുടേതാ, എന്റെ കുടുംബം പൂർണ്ണമായ അമ്മയുടേതാ, എന്റെ ഇടവക പൂർണ്ണമായ അമ്മയുടേതാ, എല്ലാ വൈദികരും പൂർണ്ണമായ അമ്മയുടേതാ, എല്ലാ സമർപ്പിതരും പൂർണ്ണമായ അമ്മയുടേതാ, ഞങ്ങളുടെ ഈ രാജ്യം പൂർണ്ണമായ അമ്മയുടേതാ, എല്ലാ രാജ്യങ്ങളും എല്ലാ ദൈവമക്കളും അമ്മയുടേതാ, ഈ പ്രകൃതി പൂർണ്ണമായ അമ്മയുടേതാ, ഞങ്ങളുടെ അവസ്ഥകൾ പൂർണ്ണമായ അമ്മയുടേതാ. പരിശുദ്ധി അമ്മയ്ക്ക് പരിപൂർണമായി നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ലോകത്തെ സമർപ്പിച്ചുകൊണ്ട് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയേ 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 ഹല്ലേലൂയ 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 ഈശോയേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടും നാഥൻ അണയുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. ഒരു നിമിഷം എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിക്കേ. വിചാരം, വാക്ക്, പ്രവൃത്തി, ഉപേക്ഷ, ഇതിലൂടെ ഏതൊക്കെ പുണ്യങ്ങൾ അഭ്യസിക്കാം അത് ഈ നിമിഷം കേൾക്കാം. ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ. വിചാരത്തിൽ ഈശോയ്ക്കും എനിക്കും ഒരേ അമ്മയാണല്ലോ എന്ന് ചിന്തിക്കുന്നു. വാക്കിൽ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് 10 പ്രാവശ്യം ചൊല്ലും. പ്രവൃത്തിയിൽ ജോലികൾ മാതാവിൻ്റെ കൂടെ എന്ന പോലെ ചെയ്യും. ഉപേക്ഷ വരുത്താതെ ഈശോയ്ക്ക് വേണ്ടി 1 മണിക്കൂർ സമയം മൊബൈലും ടിവിയും ഉപേക്ഷിക്കും. എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് പരിശുദ്ധ അമ്മയിലൂടെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.